അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. അപ്പൊ ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ രണ്ടാളെ ചാനൽ ഇക്കാന്റെ ചാനൽ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളുടെ ചാനലിന്റെ പേരൊന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഈസ് മീ നാസർ എന്നാണ് എന്റെ ചാനലിന്റെ പേര്. അപ്പൊ മോണി ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇടാൻ സമയം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞങ്ങൾ ഇത് പറയാനല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങള് നല്ലൊരു സർപ്രൈസ്, ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇക്കൊല്ലത്തെ റംസാൻ ഞങ്ങൾക്ക് ഫുള്ള് വെറൈറ്റി ആണ് അല്ലേ. അതെ. അപ്പൊ റംസാന് എന്ന് പറഞ്ഞാല് മോളെ ഒരു ഹദിയ കൊണ്ടാണ് റംസാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. അപ്പൊ ഞങ്ങള് സാധാരണ റംസാൻ ഞങ്ങള് എല്ലാവരും വാങ്ങുന്ന മാതിരി തന്നെ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാറുണ്ട്. അപ്പൊ ഈ റംസാൻ ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു. പ്രതീക്ഷിക്കാതെ അവളെ വക കുറച്ച് സംഭവങ്ങൾ നമുക്ക് കിട്ടി. അവളാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. അപ്പൊ അൽഹംദുലില്ലാ അവർക്കും ബർക്കത്തെല്ലാം കൊടുത്തിട്ട് അല്ലാഹു. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. ഇന്നും നേരം വരെ ഞങ്ങൾക്ക് അതാര ഉപകാരത്തിൽ പെട്ടും ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫുള്ള് സർപ്രൈസ് ആണ്. സർപ്രൈസ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ഭാവി മരുമോള് അല്ലേ, ഞങ്ങളെ ഭാവി മരുമോള് ഇന്നലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി. സത്യത്തില് കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ കരഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. ഇക്ക പിന്നെ പള്ളിയിൽ നിന്ന് വന്നതിന്റെ ശേഷമാണ് അവര് അതുവരെ വെയിറ്റ് ചെയ്ത് നിന്ന് ഷോപ്പിലാണ് കൊടുക്കുന്ന സംഭവം. ഗിഫ്റ്റ് ഇതാണ് കാണിച്ചു കൊടുക്കുക നല്ലപോലെ. ശരിക്ക് ഇതാണുള്ളത്. ഇത് പിന്നെ ഇതിൽ എഴുതിയിട്ടുള്ളത് എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മാക്ക് എന്നുള്ളതാണ്. ഇത് ക്യാമറയിൽ അങ്ങനെ ഇത് ചെരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ പോകുന്ന എഴുതിയിട്ടാണ്. അതായത് ഇതിന്റെ ഇത് ചെയ്തതിന്റെ ഓർഡർ തെറ്റുന്ന എഴുതിയിട്ടാണ് ഇങ്ങനെ ചെരിക്കാത്തത്. അതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അത് ഓള് ചെയ്ത് തന്നെയാണ് ഇതൊക്കെ. അപ്പൊ ഏതായാലും തുറന്നിട്ട് കാണിക്കട്ടാ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങള് തുറന്ന് നോക്കിയിട്ടില്ല. ഇത് വീഡിയോ ഇന്നലെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ സമയം ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ നിങ്ങളെ മുന്നിൽ ഇത് നമുക്കൊന്ന് കാണിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് ഞാനിത് കാണിക്കാം. ഇത് ഇക്കാക്കുള്ള ഷർട്ടിന്റെ പീസാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങള് പെരുന്നാക്കില്ലേ, പെരുന്നാക്ക് ഇൻഷാല്ലാ ഞങ്ങള് ഇട്ടിട്ട് കാണിക്കട്ടോ. അല്ലാതെ ഇപ്പൊ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതിന്റെ റെഡിമെയ്ഡ് ആണ്. അപ്പൊ ഇത് ഇക്കാന്റെ ഷർട്ട്. പിന്നെ ഇത് പിന്നെ ഇതാണ് തുണിയാണ്. ഇതൊക്കെ മാച്ചായി കൊണ്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇത് ചുരിദാറ് ഉമ്മാക്കുള്ള നല്ലതില്. ഓ റെഡ് ഭയങ്കര ഇഷ്ടക്ക്. നല്ല അടിച്ചപൊളി കളർ. അത് മാത്രല്ല റെഡ് ഇല്ല ശരിക്കുള്ള. കുറെ റെഡ് ഉണ്ടായിരുന്നു. പക്ഷെ ആ റെഡൊക്കെ നല്ല വർക്കുള്ള അതില് വൈറ്റ് ത്രെഡ് വർക്കാണ്. നല്ല ക്ലോത്തുമാണ്. വിത്ത് ലൈനിങ് നല്ല അടിപൊളി. റെഡിമെയ്ഡ് ആണ്. അപ്പൊ പിന്നെ തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിന്റെ ബോട്ടം റെഡ് തന്നെയാണ്. ഷാള് നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള ഷാള്. നൈസ് സിൽക്കിലുള്ളതാണ് ഷാള് ഇങ്ങനെ. അപ്പൊ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഭയങ്കര ഇഷ്ടായി. എന്നാലും നോക്കിയാ പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടുമ്പോ ഞാൻ എല്ലാ കൊല്ലം വീഡിയോ ചെയ്യാറുണ്ട്. പെൺകുട്ടികളെ എന്റെ മക്കളൊക്കെ കൊണ്ടുതരുന്നത്. പിന്നെ മോനാണ് നമുക്ക് ഡ്രസ്സ് എടുത്തല്ലേ, ഇക്കയാണ് ഡ്രസ്സ് എടുത്തത്. ഇത് വെറൈറ്റി ആയതുകൊണ്ട് നമ്മള് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കാം. നമ്മളെ സന്തോഷം നിങ്ങളുടെ മുന്നിൽ നമ്മളെ അറിയിക്കാണ്. മാത്രല്ല അങ്ങനെ ചെയ്യുമ്പം അവർക്കും കൂടെ ഒരു ഇതുപോലെ അല്ല, ഇത് എല്ലാ ഉമ്മമാർക്കും ബാപ്പമാർക്കും കിട്ടുമ്പോ അത് അവർക്കൊരു സന്തോഷമാണ്. ഇതേപോലെ ഇപ്പോ റംസാൻ ആയതിനു ശേഷം നമ്മൾ കുറെ നമ്മൾ കാണുന്നുണ്ട് ഗിഫ്റ്റ് ഹാമ്പറായിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നത്. ഉമ്മമാർക്ക് മുസാഫും ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ ആയിട്ട് സൗദിയിൽ നിന്നായാലും ഗൾഫിൽ നിന്നായാലും എല്ലാം ഉമ്മമാർക്ക് അയച്ചു കൊടുക്കുന്നതും ഉപ്പമാർക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ അതിപ്പോ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് ഒരു റീൽസിനായിട്ടോ ഒരു ആവേശത്തിനായിട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ ഉള്ള ഒരു സംഭവമായിട്ടോ ആയിട്ട് കാണരുത്. പക്ഷെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമായിട്ട് അത് കാണണം. അത് നല്ലൊരു സംഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ഇതുപോലെ എല്ലാ മക്കൾക്കും ഉമ്മമാരോടും ഉപ്പമാരോടും ആ ഒരു കൊടുത്തു കഴിഞ്ഞാലുള്ള അവരുടെ സംതൃപ്തിയും കിട്ടുന്ന അവരുടെ പിന്നെ സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടല്ലോ, അത് എന്നെന്നും നിലനിൽക്കട്ടെ. അത് എല്ലാവർക്കും ഒരു മാതൃക ആവട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ കാണിച്ചെടുക്കുന്ന പിന്നെ തിന്നാനുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇത് പെരുന്നാക്കാണോ തിന്നേണ്ടത് അല്ല ഇപ്പോഴത്തെ നോമ്പറത്തിട്ടാണോ തിന്നേണ്ടത് അറിയില്ല. നട്ട്സ് ആണ് മിക്സ് ആയി കൊണ്ടുള്ളതാണ്. ബോക്സില് ബദാം,
എല്ലാം ഉണ്ട്, ടോട്ടൽ ബദാം, എല്ലാതും ഉണ്ട്. പിസ്ത, പിസ്ത, പിന്നെ എല്ലാ നട്സുകളും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ബ്ലൂബെറി ഉണ്ട്. എല്ലാം ഉണ്ട് അതില്. എല്ലാം ഉണ്ട്, എല്ലാം മിക്സ് ആക്കിയിട്ടുള്ളതാണ്. പിന്നെ വേറെ ഉണ്ട് സംഭവങ്ങള്. പിന്നെ ബാംഗിൾസ്, ആഹാ, ഇതാ എനിക്കൊരു ബാംഗിൾസ് ഇതിന്റെ ഇതായിട്ട് ഓപ്പൺ ആണതാണ് എന്ന് തോന്നുന്നു അല്ലെ, അങ്ങനത്തെ. ഫുൾ പിന്നെ സെറ്റ്, റിങ്, പിന്നെ സ്റ്റഡ്. നല്ല രസമുള്ള സ്റ്റഡ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ ഇതാ പിന്നെയുണ്ട് ഒരു പിന്നെ റിങ്സ് അല്ല, കമ്മല്, നല്ല രസമുള്ള കമ്മല് ഉണ്ടാ. സ്റ്റഡും ഉണ്ട്, വേറെ ഒന്നുണ്ട്, 2 കമ്മലുണ്ട്. റിങ്, അതാ റിങ് 2 ഉണ്ട്. ഇതൊക്കെ ഞങ്ങളെ പെരുന്നാൾ കിട്ടിട്ടാണ് ഞാൻ വരും ഇൻഷാ അല്ലാ. പിന്നെ ചോക്ലേറ്റുകളാണ്, ഡയറി മിൽക്ക്. പിന്നെ എന്താണ് സ്പെല്ലോ, കുട്ടികൾക്ക് അറിയാം. ഡയറി മിൽക്ക് ഇതാ നമ്മള് തപ്പിപ്പിടിച്ച് പറയുമ്പോ നമുക്ക് അതിനെ പറ്റി കൂടുതൽ അറിവില്ലാത്തോണ്ട് നമ്മള്. അതായത് ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇരുന്ന് തിന്നാനാ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഒരു മധുരം, അത് അതിന്റെ കൂടെ കൊടുക്കുന്ന സുന്നത്താണല്ലോ. പിന്നെ അങ്ങനെ ഇതൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് സംഗതി. എന്തായാലും സംഭവം എന്തായാലും മനസ്സിന് വളരെയധികം റാഹത്തായി. അത് പ്രതീക്ഷിക്കാതെ, അതും വന്നിട്ടില്ല അവള് ഞങ്ങളുടെ അടുത്തേക്ക്, എന്നാല് ഞങ്ങളെ കൂടെ തന്നെ എപ്പോഴും. ഇവള് ഇവിടുന്ന് പിന്നെ മോന്റെ അടുത്തേക്ക് അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗിഫ്റ്റ് പെരുന്നാക്ക് ഇതേപോലെ ഞങ്ങളടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, പിന്നെ അവന്റെ സൈസ്, ഷർട്ടിന്റെ സൈസ് ചോദിച്ചു. ഞങ്ങൾ സൈസ് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്തിനാണ് ചോദിച്ചപ്പോ ഒന്നിനും അല്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് സംഭവം പറയണത്. അപ്പൊ ഞങ്ങളത് അവിടെ വെച്ച് തീർന്നു എന്നേ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ ഇങ്ങനത്തെ ഒരു ടിസ്റ്റ് വരും എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും അതെ, അത് ഇപ്പൊ പറയുന്നത് ഇത് തന്നു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഉമ്മ പിന്നെ ഇക്കയും എന്റെ ഉമ്മാക്കും ബാപ്പാക്കും പിന്നെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, അപ്പൊ അവർക്കും ഞങ്ങൾ കൊടുത്ത് എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ അവരെ ഗിഫ്റ്റും ഇതിൽ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പൊ അൽഹംദുലില്ലാ, ഇതൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് ആകെ പോകുന്ന ചില്ലറ പൈസകളായിരിക്കും അല്ലെ, നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഒരുപാട് സ്നേഹമാണ്. അത് അടുത്ത വർഷം വരെ അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. മാതാപിതാക്കളാവുമ്പോൾ അവർ പ്രായമുള്ള ആൾക്കാരാണ്. അവർക്ക് നിങ്ങൾ ചെറിയൊരു സമ്മാനമാണ് കൊടുക്കുന്നെങ്കിലും അവർക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റൂല. അവരെ എത്ര ചെയ്താലും നമ്മളൊക്കെ അതിന്റെ കടമ തീരുന്നില്ല, അത് വേറെ കാര്യം. എന്നാലും ഇങ്ങനെ കൊടുക്കുമ്പോ, ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചില്ലറ പൈസകളായിരിക്കും. പക്ഷെ അത് കിട്ടുന്നവർക്ക് ഒരു വലിയൊരു ഇതായിരിക്കണം, പറഞ്ഞു അതിന് മൂല്യം ഉണ്ടാവില്ല. അതെ അതെ, ആ വാക്കുകളും പറയാനുള്ളത് പറയാൻ പറ്റൂല നമുക്ക്, അത്രയും അതിഥിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇനിയും എല്ലാവരും ഇതേപോലെ തന്നെ ഇനി അടുത്ത വർഷം മോൾക്ക് ഇങ്ങനെ തരാനും ഞങ്ങൾക്കും അങ്ങോട്ട് കൊടുക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഷോപ്പിലായിരുന്നു വന്നിരുന്നത്, അപ്പൊ അതിന്റെ ചെറിയൊരു ഷോട്ട് ഉണ്ട്, ഞാൻ ഇതിൽ തന്നെ വെക്കാം. അത് ഒരു ലെവലിലാണ്, കാരണം ഞാൻ അറിയാതെ വന്നവരെടുത്തതാണ്. എന്റെ തട്ടം വരെ ശരിക്കും തലയിലില്ല, അങ്ങനത്തെ ഒരു ലെവലിലാണ്. ഞാൻ കാണുക പോലും ഇല്ലല്ലോ, അവരെത്ര ദൂരം നിന്ന് ഈ രാത്രി പാതിരാക്ക് ഇവിടെ വരുമെന്നും കട വരുമെന്നും നമ്മൾ അറിയില്ലല്ലോ, വണ്ടി പിടിച്ച് വന്നതാ. എന്നിട്ട് ഇക്കാനെ വെയിറ്റ് ചെയ്തിരുന്ന് തറാവി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇക്കാക്കും എനിക്കും കൂടെ പിന്നെ അവര് ആ ഗിഫ്റ്റ് തന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പം ഇത് അങ്ങനെ ഇങ്ങനെയുള്ളതെന്നല്ല, അവള് നയിക്കുന്നുണ്ട്, അവളെ ക്യാഷ് കൊണ്ട് തന്നെയാണ് അവള് നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളത്. മോന്റെ രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ജോലി ചെയ്യുമ്പോ അങ്ങനെ ഒരു ഇതുണ്ട് അല്ലെ, വേറെ ഊരൊക്കെ നിന്നിട്ട് ഇതാക്കാന്ന് വേണ്ട, അവരെ ഹാപ്പി, അവരെ ക്യാഷ് എങ്ങനെ അവര് ചെലവഴിക്കണം എന്നുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടം. അപ്പം അത് അവർക്ക് ഇങ്ങനെയാണ് ചെലവഴിക്കാൻ തോന്നിയത്. റംസാനാണ്, ഇതിന്റെ കൂലി അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ അല്ലെ, ഇനിയും അവരുടെ ജോലിയിൽ ബർക്കത്തും നിയമത്തും കൊടുക്കട്ടെ. അപ്പൊ നിങ്ങളെല്ലാവരുടെയും ഇത് കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കാം അവരുടെ പിന്നെ ഉയർച്ചക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളും എന്താണെന്നുള്ള അറിയിക്കുക. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്, അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക. അപ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.